കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. യുവതലമുറയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ സ്വന്തം സൂപ്പർമാൻ ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട ഉമ്മച്ചേച്ചി, ബാക്കി വിശിഷ്ട വ്യക്തികളെ. ഞാനൊരു വലിയ പ്രാസംഗികനല്ല. സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു തൊടുപുഴക്കാരനാണെങ്കിലും ഞാൻ അത്ര നല്ല പ്രാസംഗികനല്ല. പക്ഷെ ഒരുപാട് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കൂടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട PT തോമസ്, PT എന്ന് ഞങ്ങൾ വിളിക്കുന്ന, സ്നേഹത്തോടെ തൊടുപുഴക്കാർ വിളിക്കുന്ന PT തോമസിന്റെ പേരിലുള്ള ഒരു എക്സലൻസ് അവാർഡിന്റെ ഭാഗമായിട്ട് അതിനർഹരായ കുട്ടികൾക്ക് ആ അവാർഡ് കൊടുക്കാൻ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ബോർഡിംഗ് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ എല്ലാ ബോർഡിങ്ങിലും എല്ലാ ഹോസ്റ്റലിലും സംഭവിക്കുന്നത് പോലെ എനിക്ക് അവിടെ നിന്ന് ഒരു ദിവസം ഒരു പനി കിട്ടി. പനിയല്ല, ഒരു ക്ഷീണം. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരാഴ്ചത്തോളം ഞാൻ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന്, അന്ന് എൻ്റെ ഫാദർ തൊടുപുഴയിൽ മുനിസിപ്പൽ കൗൺസിലറാണ്, വളരെ ആവശ്യത്തോടുകൂടി വാപ്പ അകത്തേക്ക് കയറി വന്ന് കിടന്ന, അതായത് ഡ്രിപ്പിട്ട് കിടക്കുന്ന എൻ്റെ അടുത്ത് വളരെ ആവശ്യത്തോടെ വന്നിട്ട് പറഞ്ഞു, PT തോമസ് വരുന്നുണ്ട് നിന്നെ കാണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന എനിക്ക് ആ പ്രായത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. വാപ്പാടെ ഒരു എക്സൈറ്റ്മെന്റ് കണ്ടപ്പോൾ ഞാൻ ഇത് ആരാണെന്നുള്ളത് ആ ക്ഷീണത്തിന്റെ ഇടയിൽ കൂടെ ഈ PT എന്നുള്ള പേര് ഓർക്കുകയും അദ്ദേഹം കയറി വന്ന് എൻ്റെ ബെഡിന്റെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിക്കുകയും വാപ്പായ്ക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നാലും, ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ബെഡിഡനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന എല്ലാ പേടിയും ടെൻഷനും ഒരു 15 മിനിറ്റ് ഇരുന്ന് സംസാരിച്ച് അദ്ദേഹം മാറ്റി കൊടുക്കുകയും എനിക്ക് എങ്ങനെ ഒരു നല്ല സ്റ്റുഡൻ്റായിട്ട് വളരാമെന്ന് ആ ബെഡിൽ കിടന്ന് എന്നോട് ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ബെഡിൻ്റെ ഒരു സൈഡിൽ ഉമ്മച്ചേച്ചി ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഉമ്മച്ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഉമ്മച്ചേച്ചി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ഇലക്ഷനിൽ നിൽക്കുന്നു, ഇവിടെ ഉള്ളവരുടെ പ്രിയപ്പെട്ടവളായി മാറുന്നു, ഒരുപാട് സദസ്സുകളിൽ ഉമ്മച്ചേച്ചിയെ കാണുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ ഇതുവരെ പറ്റിയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ 10ാം ക്ലാസ്സിൽ എനിക്ക് മഞ്ഞപ്പിത്തമായിരുന്നതുകൊണ്ട് എനിക്ക് അന്നൊരു എക്സലൻസ് അവാർഡ് മിസ്സായി. ഞാൻ ജസ്റ്റ് പാസ്സായിരുന്നു. അത് കഴിഞ്ഞ് +2ലേക്ക് വന്നപ്പോൾ എന്തായാലും 10ാം ക്ലാസ് അങ്ങനെയായി. അപ്പോൾ സയൻസ് എടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്സ് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ പറ്റില്ല. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് +2ലും വലിയ മാർക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ഡിഗ്രി അറിയാമല്ലോ, അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ BBA എടുത്തത്. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൊഫഷനായ സിനിമയിൽ നിന്ന് ഒരു എക്സലൻസ് അവാർഡ് ഒപ്പിക്കണം, അല്ലെങ്കിൽ ഒരു എക്സലൻസ് അവാർഡ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ അവാർഡ് വാങ്ങിക്കുന്നത് ഇന്ന് ഈ അവാർഡിന് അർഹരായി ഈ വേദിയിൽ എവിടെയോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നായിരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൂടി എനിക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല സാർ പറഞ്ഞിരുന്നു. ഒരു വിരൽത്തുമ്പിൽ ടെക്നോളജി ഉള്ള സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ലിമിറ്റേഷൻ ഇല്ലാത്തൊരു സമയമാണ്. എന്നെ പോലെ ഒരു സാധാരണ തൊടുപുഴക്കാരന് ഇന്ന് മലയാള സിനിമയുടെ ഭാഗമായി ഇത്രയും വലിയ വിജയം കൈവരിച്ച നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്ന വേദികളും ഒരുപാട് വലുതാണ്. ആ വേദികളിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തട്ടെ. ഇന്ന് ഇവിടെ പല പേരുകളും പറഞ്ഞപ്പോൾ കേട്ട കയ്യടിയുടെ മുകളിലേക്ക് നിങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ കയ്യടികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ വേറൊരു സന്തോഷം കൂടിയുണ്ട്. ഞാൻ ഡിഗ്രി കാലഘട്ടത്തിൽ പരിചയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളുടെ മുതൽ എൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ടിക്കി ടാക്കയുടെ പ്രൊഡ്യൂസറിൻ്റെ കുട്ടികൾ വരെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
വിജയത്തിൽ നിങ്ങളുടെ പേരൻസിനുള്ള സന്തോഷം, അതാണ് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത്. ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും എക്സൈറ്റ്മെന്റോട് കൂടി ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ആണ്. ആ സന്തോഷം അവർക്ക് നേടിക്കൊടുത്ത നിങ്ങൾ ഒരുപാട് 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 വലിയ നിലകളിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു വലിയ പ്രാസംഗികനല്ല, എങ്കിലും ഇന്നൊരു ഞായറാഴ്ചയാണെന്നും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്ലാനുകളുണ്ടെന്നും എനിക്കറിയാം. അപ്പോൾ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം നിങ്ങൾ എല്ലാവരും നേരിട്ട് കാണാനും ഈ വിജയം ആഘോഷിക്കാനും കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ഐ എം വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്.